ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കുഞ്ഞ് യാത്ര പോവാണ് കേട്ടോ. എങ്ങോട്ടാണെന്നല്ലേ കാണിച്ചു തരാം. ഡോണി അന്നക്കുട്ടി ഞങ്ങളെ വിട്ടിട്ട് രാവിലെ തന്നെ പോയി കേട്ടോ. ഇന്ന് മിന്നുക്കുട്ടനും ഞാനും കൂടെയാണ് പോകുന്നത്. സത്യത്തിൽ ഞങ്ങളൊരു ആവശ്യത്തിനാണ് പോകുന്നതെങ്കിലും എന്നാലും ഒരു വഴിക്ക് പോകുമല്ലേ, എന്നാൽ പിന്നെ അടിച്ചു പൊളിച്ചങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വിശേഷങ്ങളാണിത്. ഇന്നും അങ്ങോട്ട് പോകാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ട്രെയിനിൽ പോകുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ട്രെയിനിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു അതിന് വേണ്ടിയിട്ട്. എനിവേ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങോട്ടാണ് വന്നതെന്ന്. ഞങ്ങൾ വന്ന കാര്യം എന്തായാലും നടന്നില്ല. എന്നാൽ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കണ്ടുപോയേക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഇതാ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളിത് ടവർ ബ്രിഡ്ജിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. സാധാരണ എൻ്റെ ഒരു സ്വഭാവം വെച്ച് വന്ന കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ കരഞ്ഞു പിടിഞ്ഞ് ടെൻഷൻ അടിച്ച് അന്നത്തെ ദിവസം പോകലാണ് പതിവ്. പക്ഷേ ഇപ്പം ഞാനൊന്ന് മാറി ചിന്തിച്ചൊക്കെ തുടങ്ങി. എന്തായാലും വന്ന കാര്യം നടന്നില്ല, ഇനി നടക്കത്തുമില്ലെന്നാൽ പിന്നെ ഉള്ള ദിവസം കളയാതെ ഇവിടേക്കൊന്ന് കണ്ടുപോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ട്യൂബിലൊക്കെ കയറി തിരിച്ച് ട്രെയിൻ തന്നെയാണ് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. തിരിച്ച് പോരാൻ നേരത്തെ ആൾക്ക് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ബാക്ക് ടു നോർമൽ ആവണമല്ലോ, ഇനി ഇടയ്ക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. തിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പോഴത്തേനും ഞങ്ങളുടെ സാധാ കംഫർട്ട് ഫുഡ് ഒരു ദിവസം ഫുള്ള് നമ്മൾ എത്രയൊക്കെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചാലും നമ്മുടെ വീട്ടിലെത്തി നമ്മളുടെ ആ കംഫർട്ട് ഫുഡിലോട്ട് കയറുമ്പോഴുള്ള ആ ഒരു സന്തോഷം, അത് വേറൊരു രസം തന്നെയാണല്ലേ. വേറെ ആരുമല്ല, നമ്മുടെ കഞ്ഞിയും പയറും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റ ബൈ.